സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും ക്ഷേമവും മേഖലയ്ക്കായിട്ട് 553.31 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, അതിജീവനം, നൈപുണ്യ വികസനത്തിനായി പ്രചോദനം, എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ തുടങ്ങിയ പരിപാടികൾക്കായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. ബാരിയർ ഫ്രീ കേരളം പദ്ധതിക്ക് 8 കോടി രൂപ മാറ്റിവെക്കുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള മഴവില്ല് പദ്ധതിക്കായിട്ട് 5 കോടി രൂപ മാറ്റിവെക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് നിപ്മർ അതിനെ പരിപാടിക്കായിട്ട് 12.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സമഗ്ര പാക്കേജിന് 17 കോടി രൂപ മാറ്റിവെക്കുന്നു. വയോമിത്രം പദ്ധതിക്കായി 27.5 കോടി രൂപയും അനുയാത്ര പദ്ധതിക്കായിട്ട് 20 കോടി രൂപയും ആശ്വാസീകരണ പദ്ധതിക്കായിട്ട് 50 കോടി രൂപയും സ്നേഹപൂർവ്വം പദ്ധതിക്കായിട്ട് 17.39 കോടി രൂപയും മിഠായി പദ്ധതിക്കായിട്ട് 3.8 കോടി രൂപയും ശുഭയാത്ര, ആശ്വാസം, ഹസ്തദാനം എന്നീ പദ്ധതികൾക്കായിട്ട് 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് 19.5 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ ശിശു വികസനത്തിൻ്റെ മേഖലയിൽ നിർഭയ പദ്ധതിക്ക് 10 കോടി രൂപ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിന് പരിപാടികൾ 10 കോടി രൂപ, കൗമാര പെൺകുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ 1012 സ്കൂളുകൾ മുഖേന നടപ്പിലാക്കിയിരുന്ന സൈക്കോ സോഷ്യൽ സർവീസസ് പദ്ധതിക്ക് 51 കോടി രൂപ, ജെൻഡർ പാർക്കിന് 91 കോടി രൂപ ഉൾപ്പെടെ മോഡൽ അംഗൻവാടികൾക്ക് 10 കോടി രൂപ ഉൾപ്പെടെയുള്ള പദ്ധതികളായിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്. സർ, അംഗൻവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി 2 ലക്ഷം രൂപ കവറേജ് ലഭിക്കത്തക്ക വിധത്തിൽ അംഗൻവാടി ജീവനക്കാർക്ക് മാത്രമായി ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നു. 24-25 വർഷത്തേക്കുള്ള വിഹിതമായി 1.2 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ വികസന കോർപ്പറേഷന് 17.6 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് 5.2 കോടി രൂപ മാറ്റിവെക്കുന്നു. ബാലാവകാശ കമ്മീഷൻ 2.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികളുടെ എണ്ണം 28 നിന്ന് 54 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കോടതികളുടെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 2 കോടതികളുടെയും പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംയോജിത ശിശു വികസന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ 194.32 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 291.48 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ലെഗസി റെക്കോർഡുകൾ ഘട്ടം ഘട്ടമായി ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്ന പ്രത്യേക പദ്ധതിയുടെ തുടർ നടപ്പിനായി 9.66 കോടി രൂപ വകയിരുത്തുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലാ ഓഫീസുകളായി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5.24 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ പ്ലാനിംഗ് ഓഫീസുകളിലും DPC കെട്ടിടങ്ങളിലും മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ജില്ലാ ആസൂത്രണ സമിതിയുടെ കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും 11.76 കോടി രൂപ മാറ്റിവെക്കുന്നു. IMGക്ക് 18.05 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ വിജിലൻസിൻ്റെ ആധുനികവൽക്കരണത്തിന് 5 കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിന് 6.96 കോടി രൂപയും നീക്കിവെക്കുന്നു. പോലീസിന് വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിവിധ ആധുനികവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി 150.26 കോടി രൂപ നീക്കിവെക്കുന്നു. പോലീസ് സേനയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 12 കോടി രൂപ നീക്കിവെക്കുന്നു. കേന്ദ്ര വിഹിതമായി 18 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, ജയിൽ വകുപ്പിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജയിലുകളുടെ നടത്തിപ്പ്, ഭരണം എന്നിവയുടെ ആധുനികവൽക്കരണത്തിനും 14.5 കോടി രൂപ വകയിരുത്തുന്നു. ജയിൽ പുള്ളികൾക്കായി നൈപുണ്യ വികസന വിദ്യാഭ്യാസ ക്ഷേമ പരിപാടികൾ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായിട്ട് 9 കോടി രൂപ വെക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് 74 കോടി രൂപ വകയിരുത്തുന്നു. ദേവസ്വം. സർ, ഉത്തര മലബാറിലെ ആചാരസ്ഥാനികർക്കും കോലാധികാരികൾക്കും നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1400 നിന്നും 1600 രൂപയായി വർദ്ധിപ്പിക്കുന്നു. നീതിന്യായ വകുപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 44.14 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും ആധുനികവൽക്കരിക്കുന്നതിന് 2024-25 സാമ്പത്തിക വർഷം 3.3 കോടി രൂപ നീട്ടിവെക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള യോഗത്തിൽ വിപുലമായ ഒരു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരുന്നു. എറണാകുളം കളമശ്ശേരിയിൽ ഹൈക്കോടതിയും അനുബന്ധ ജുഡീഷ്യൽ ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കും. ഹൈക്കോടതി, സബോർഡിനേറ്റ് കോടതികൾ, കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആധുനികവൽക്കരണത്തിലൂടെ കോടതികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പ്രവർത്തന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു. ഈ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിവിധ ഘടക പദ്ധതികൾക്കായിട്ട് 15.04 കോടി മാറ്റിവെക്കുന്നു. ജുഡീഷ്യറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന വിഹിതമായി 24-25 സാമ്പത്തിക വർഷം 18 കോടി രൂപ വകയിരുത്തുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിന് 9.27 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയായ വിമുക്തിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു.